കഴിഞ്ഞ ദിവസങ്ങളിൽ അമൃത സുരേഷിനെതിരെ ബാല സോഷ്യൽ മീഡിയയിലെത്തിയിരുന്നു. മകളെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അമൃത സുരേഷ് മകളെ കാണിക്കാത്തതാണെന്നും പലപ്പോഴായി ബാല തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിരവധി വിമർശനങ്ങളായിരുന്നു ഇതുമൂലം അമൃത സുരേഷിനുണ്ടായതും. ഇപ്പോഴിതാ ബാലയുടെയും അമൃതയുടെയും മകളായ അവന്തിക തന്നെ സത്യാവസ്ഥകൾ വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് മകളുടെ പ്രതികരണം എത്തുന്നത്. ഇതുവരെ തൻ്റെ അച്ഛനായ ബാല പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്നാണ് മകളിപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടെത്തുന്നത്. മകളുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറുന്നുണ്ട്. അവന്തികയുടെ വാക്കുകൾ എങ്ങനെ? എൻ്റെ പേര് അവന്തിക. ഞാനിന്ന് സംസാരിക്കുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇത് സെൻസിറ്റീവ് ടോപ്പിക് തന്നെയാണ്. എനിക്കിത് കേട്ട് മടുത്തു. എൻ്റെ അമ്മയും ഫാമിലിയും ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ മടുത്തിരിക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ല. എന്നെ ഇത് ഇപ്പോൾ ബാധിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോഴും യൂട്യൂബ് നോക്കുമ്പോഴും എന്നെയും അമ്മയെയും കുറിച്ച് തെറ്റായ ആരോപണങ്ങളൊക്കെ വരികയാണ്. സ്കൂളിൽ എൻ്റെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത് സത്യമാണോ എന്നൊക്കെ. എനിക്ക് ഉത്തരങ്ങളില്ല. പലരും തെറ്റായ ആരോപണങ്ങൾ കാണുമ്പോൾ എന്നെയും അമ്മയും മോശം സ്വഭാവമുള്ളവരായി കാണുന്നുണ്ട്. എൻ്റെ അച്ഛനെ പറ്റിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. എൻ്റെ അച്ഛൻ ഇൻ്റർവ്യൂകളിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻ്റർവ്യൂകൾ ഞാൻ അതൊക്കെ കണ്ടിരുന്നു. ഇതൊന്നും സത്യമല്ല. എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലുമില്ല. അത്രയ്ക്കും എന്നെയും അമ്മയെയും ആൻറ്റിയെയും അമ്മാമ്മയെയും മെൻ്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തയാളാണ്. എനിക്കൊരു കാരണവുമില്ല സ്നേഹിക്കാനായിട്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മയെ എൻ്റെ കൺമുന്നിലിട്ട് അച്ഛൻ അടിക്കുമായിരുന്നു. എനിക്ക് കാണുമ്പോൾ ഒരുപാട് സങ്കടമാകും. ഒരു കാരണവുമില്ലാതെയാണ് അമ്മയെ അച്ഛൻ കുടിച്ചിട്ട് വന്ന് തല്ലുന്നത്. ഞാൻ കുഞ്ഞായതിനാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. എനിക്കൊരുപാട് വിഷമമായിരുന്നു. എൻ്റെ അമ്മയും ഫാമിലിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ നന്നായി നോക്കുന്നത്. ഒരു കാര്യത്തിനും എന്നെ ഫാമിലി തല്ലിയിട്ടില്ല. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്ന കുടുംബം തന്നെയാണ് എൻ്റേത്. എൻ്റെ അച്ഛൻ ഒരുപാട് കള്ളങ്ങൾ അമ്മയെക്കുറിച്ചും എൻ്റെ കുടുംബത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പച്ചക്കള്ളമാണ്. എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒപ്പം അമ്മയെയും. എൻ്റെ കുഞ്ഞിലെ അച്ഛൻ കുടിച്ചിട്ട് വന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ എൻ്റെ മുഖത്തേക്ക് എറിയാൻ ട്രൈ ചെയ്തു. അമ്മയാണ് കൈവച്ചതൊക്കെ തടഞ്ഞത്. ഇല്ലെങ്കിൽ എൻ്റെ തലയിൽ ഇടിക്കുമായിരുന്നു ആ ഗ്ലാസ് ബോട്ടിൽ. അമ്മയെ ഒരുപാട് ടോർച്ചർ ചെയ്തു, ഫിസിക്കലിയും മെൻ്റലിയും. മുൻപൊരു തവണ കോടതിയിൽ ഇരുന്നപ്പോൾ എന്നെ അച്ഛൻ വലിച്ചിഴച്ച് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ഫുഡ് തരാതെ റൂമിലിട്ട് പൂട്ടിയിരുന്നു. ഇങ്ങനത്തെ ആളുകളെ ആണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. മെൻ്റലി ഫിസിക്കലി ഒരുപാട് എന്നെയും അമ്മയും ഉപദ്രവിച്ചു. ചെന്നൈയിൽ കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടിയപ്പോൾ എന്നെ അമ്മയെ വിളിക്കാൻ സമ്മതിച്ചിരുന്നില്ല. കുറച്ച് ദിവസം മുൻപ് ഇൻ്റർവ്യൂകളിൽ പറയുന്നത് ഞാൻ കണ്ടിരുന്നു. എനിക്കില്ലേ കാണുവാനുള്ള റൈറ്റ് എന്ന്. എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്ക് നിങ്ങളുടെ മുഖവും കാണണ്ട. എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയും വേണ്ട. എല്ലാ ഇൻ്റർവ്യൂകളിലും പറയും എന്നെ മിസ് ചെയ്യുന്നു, എന്നെ കാണണമെന്നൊക്കെ. മിസ് ചെയ്തിരുന്നുവെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചുകൂടെയിരുന്നു. അതും വേണ്ട, ഒരു എഴുത്ത് അയക്കാമായിരുന്നല്ലോ എൻ്റെ അഡ്രസ്സിൽ. ഒരു ഗിഫ്റ്റ്, ഒരു സാധനം പോലും അയച്ചിട്ടില്ല. വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു വയ്യാതെ കിടന്നപ്പോൾ ഞാൻ അവിടെ പോയി ലാപ്ടോപ്പും ഡോറാഡോളുമൊക്കെ ചോദിച്ചു എന്ന്. എനിക്കെന്തിനാ നിങ്ങളുടെ സാധനം? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട. അവിടെ ഞാൻ പോയത് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. എനിക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു അന്ന് അവിടെ പോകാനായി. എനിക്ക് സംസാരിക്കണം, കാണണമെന്നും എനിക്കില്ലായിരുന്നു. എനിക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ദയവ് ചെയ്ത് എൻ്റെ കുടുംബത്തെ വിട്ട് നിങ്ങൾ പോകൂ. എന്നെ ഒറ്റയ്ക്ക് വിട് പ്ലീസ്. എൻ്റെ അമ്മയെ നിങ്ങൾ വെറുതെ വിടൂ. ഞാൻ എൻ്റെ ഫാമിലിക്കൊപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് നിങ്ങളുടെ സ്നേഹവും സഹായവും ഒന്നും വേണ്ട. നിങ്ങളത് കാണിച്ചിട്ടുമില്ല. എനിക്കൊന്നും പറയാനുമില്ല. അമ്മ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ്.
അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്നുള്ളത്. ഇത് സഹിക്കാൻ എനിക്ക് വയ്യ. അവർ വിഷമിക്കുന്നത് ഞാൻ കാണുകയാണിപ്പോൾ. എൻ്റെ അമ്മാമ്മ പാവമാണ്. അച്ഛൻ ഇത്രയ്ക്കും കാണിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മാമ്മ എന്നോട് പറയാറുണ്ട്, മോശമായിട്ടൊന്നും വിചാരിക്കരുത് അവരെ പറ്റിയെന്നൊക്കെ. എപ്പോഴും പ്രാർത്ഥിക്കണം, ആരോഗ്യമായി അവർ ഇരിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ അമ്മാമ്മ എന്നോട് പറയാറുണ്ട്. അത്രയ്ക്ക് നല്ല ആളുകളാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. ഇനി കാണണമെന്ന് പറഞ്ഞ് വരരുത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട, പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്തിക ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബാലയ്ക്കെതിരെ അവന്തികയുടെ ആദ്യ പ്രതികരണമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.